നന്ദൻ, തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് സെറ്റിൽഡായി. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. അന്തരീക്ഷം പൊതുവെ ഒന്ന് തണുത്തിട്ടുണ്ട്. അതെ അതെ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി CPI-Mന്റെ മൊത്തം ഒരു അലകും പിടിയൊക്കെ മാറുന്ന രീതിയിലുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ? കാരണം പിണറായി യുഗം തീർന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഇനിയിപ്പോൾ ബേബി യുഗമാണോ, ബ്രിട്ടാസ് യുഗമാണോ, ഐസക് തോമസ് യുഗമാണോ? കാരണം ഈ 3 ക്രിസ്ത്യാനികളും കൂടി ചേർന്നിട്ടാണ് വിജയനെ കുഴിയിലിറക്കിയത്. അതെ അതെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാരണഭൂതൻ എന്ന് പറയുന്ന പാട്ട് തന്നെ നമ്മുടെ പ്രാക്കുളം കാസ്ട്രോയുടെ നിർദ്ദേശപ്രകാരം എഴുതിയ പാട്ടാണ്. ഉം, ഉം. അന്ന് തൊട്ട് തുടങ്ങി വിജയന്റെ എന്താ പറയുന്ന അതെ, ഒരു തകർച്ച. കഷായം തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക്. അത് അന്നേ ബാൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം ഒരു കണ്ണൂർക്കാരൻ്റെ പൊതുവെ മലബാറുകാരെ പറ്റി പറയുന്ന സത്യസന്ധന്മാരാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്നുള്ള രീതിയിൽ അദ്ദേഹം അത് എൻജോയ് ചെയ്തു. അതിനോട് കൂടി അദ്ദേഹത്തിന്റെ പതനവും തുടങ്ങി. ഇവർ 3 പേരും കൂടി കുഴി കുത്തി വിജയനെ അടക്കം ചെയ്തിരിക്കുകയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ. ഇനി എന്തായിരിക്കും CPM-ൽ ആരുടെ യുഗമായിരിക്കും? ആരായിരിക്കും CPM ഭരിക്കുക? ഇനിയിപ്പോൾ CPM-നെ സംബന്ധിച്ച് എനിക്കൊരു CPM-ന്റെ തിരിച്ചുവരവ് എനിക്ക് തോന്നുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലോക ചരിത്രം തന്നെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സ്ഥലത്ത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സാധാരണ തെരഞ്ഞെടുപ്പിനകത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ 957 തുടങ്ങിയിട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലുണ്ട്. ഈ അധികാരത്തിൻ്റെ ആ സമയത്തിൻ്റെ സവിശേഷത ഈ ഭരണവും സമരവും കൂടി ഒന്നിച്ചു പോകുന്ന സമീപനമാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഭരണമുണ്ടെങ്കിൽ അവർക്ക് സമരവും കൂടി വേണം. EMSന്റെ എല്ലാ കാലത്തിലും നയം അതാണ്. EK നായനാരുടെ നയം അതാണ്. VS അച്യുതാനന്ദൻ്റെ നയം അതാണ്. അവർക്ക് സമരവും വേണം, ഭരണവും വേണം. ഞാൻ ചെറിയൊരു 3 ഉദാഹരണം പറഞ്ഞാൽ, EMS 957 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അന്ന് ആ സമയത്ത് ഒരു സ്റ്റാർവേഷൻ കേരളത്തിലുണ്ടായി, പട്ടിണി ഉണ്ടായി. ആ സമയത്ത് മക്രോണി കൊടുത്തു ആളുകൾക്ക്. ജോർജാണ് അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രി, KC ജോർജ്. അയാൾ പിന്നെ CPI-യിൽ പോയി. അയാളെ EMS ഇട്ട പേര് മക്രോണി ജോർജ് എന്നാണ്. മക്രോണി EMS ഇട്ട പേരാ അത്. അതുപോലെ വിമോചന സമരത്തിന് അടക്കമുള്ള കാര്യങ്ങൾ മുണ്ടശ്ശേരി മാസ്റ്ററുടെ പങ്കാണെന്നുള്ളവരും എനിക്ക് സംശയക്കാര്യത്തിലില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് തീരുന്നു. 67 വീണ്ടും EMS വരുന്നു. അന്നും അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു ഞങ്ങൾ കേന്ദ്രത്തിനെതിരായിട്ട് സമരമാണ്. ആ കേന്ദ്രത്തിനെതിരായിട്ട് സമരം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭക്ഷ്യക്ഷാമം വലുതായിട്ടുണ്ടായി. കേരളത്തിൽ ആദ്യമായിട്ട് ഈ റേഷൻ കടയിൽ കൂടി കൊടുക്കേണ്ട ചോളം, ഇവർ 1 കിലോ ചോളം കൊടുക്കാൻ തീരുമാനിച്ചു. 1-ാം മന്ത്രിസഭയിൽ മക്രോണി ആയിരുന്നെങ്കിൽ 2-ാം മന്ത്രിസഭയിൽ ചോളമായിരുന്നു. അരി കൊടുക്കാൻ നിവൃത്തിയില്ല. അരി കൊടുക്കാൻ നിവൃത്തിയില്ലാണ്ട് ചോളം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ റേഷൻ കടയിൽ കൂടി കൊടുക്കുന്നതിന് പകരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൂടി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ വഴിക്ക് 1 കിലോ ചോളം കൊടുക്കാൻ തീരുമാനിച്ചത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. കടുത്ത ദാരിദ്ര്യം, ജനങ്ങൾക്ക് നിവൃത്തിയില്ല, ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ല. റേഷൻ കടകളോട് ചേർന്ന് എല്ലാവരും പലചരക്കടകൾ തുടങ്ങി. ആ പലചരക്കടയിൽ കൂടി അരി വിൽക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയുള്ള ഒരു കൊടും പട്ടിണി EMS ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ആ സമയത്തും അദ്ദേഹത്തിന്റെ സമീപനം ഭരണവും സമരവും കൂടി ഒന്നിച്ചു കൊണ്ടുപോലായിരുന്നു. അന്ന് CIT-കാർക്ക് സമരം, SFI-ക്കാരുടെ സമരം, DIFI-ക്കാരുടെ സമരം, KSIF-ന്റെ സമരം, അങ്ങനെ നിരവധി സമരങ്ങളാണ് 2 മന്ത്രിസഭയുടെ കാലത്തും സൈമിൾട്ടേനിയസ് ആയിട്ട് ഭരണത്തിന്റെ ഒപ്പം തന്നെ കൊണ്ടുപോയത്. ഈ പരിപാടി ഏകദേശം 977-78 വരെയും നടന്നു വന്നിരുന്നു. പിന്നെ പിൽക്കാലത്ത് കണ്ടത് അടിയന്തരാവസ്ഥ വന്നു. സ്വാഭാവികമായിട്ട് ഇവർ സമരങ്ങളെല്ലാം തീർന്നു. ഈ സമരത്തിന് ഇവർക്ക് ആളെ കിട്ടാണ്ടായി. അന്ന് EMS പറഞ്ഞു ഞങ്ങൾക്ക് യുവാക്കളെ കിട്ടാനില്ല എന്ന് പറഞ്ഞ ആളാണ് EMS. അത് കഴിഞ്ഞിട്ട് EK നായനാരുടെ ഭരണം വന്നു. നായനാർ സമാനമായിട്ടുള്ള രീതിയിലുള്ള ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് സമരവും ഭരണവും കൂടി ഒന്നിച്ചു പോയി. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമരം ഒരു വശത്ത്, കേരളത്തിന്റെ വേണ്ടത്ര സാധനങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സമരം. കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൊട്ടിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. കേരളത്തിലെ കാർഷിക രംഗത്തെ തകർത്ത് കളഞ്ഞത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരു സമയത്ത് കേരളത്തിലെ 10 ലക്ഷം ഹെക്ടർ സ്ഥലത്തായിരുന്നു കേരളത്തിൽ കൃഷി ഉണ്ടായിരുന്നത്. അത് നശിപ്പിച്ചിട്ട് കേരളത്തിലെ കർഷക തൊഴിലാളി സമരവും കർഷക സംഘവും ഉണ്ടാക്കിയിട്ടുള്ള ആളുടെ പേര് VS അച്യുതാനന്ദൻ എന്ന പേര്. അദ്ദേഹത്തിന്റെ വെട്ടിനിർത്തൽ സമരമൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സമരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അക്കാലത്ത് ധാരാളം ചെറുപ്പക്കാരെ കിട്ടുമായിരുന്നു. അതിൽ നിന്ന് മാറ്റം വരുത്തിയതാണ് 2016-ലെ പിണറായി വിജയൻ സർക്കാർ. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സമരം ഉണ്ടായിരുന്നില്ല, ഭരണമാണ് ഉണ്ടായിരുന്നത്. ഈ ഭരണത്തിനകത്ത് അഴിമതി ഉണ്ടായിരുന്നു, സ്വജനപക്ഷപാതം ഉണ്ടായിരുന്നു. ഇതൊക്കെ നടത്തിയ സമയത്ത് സമരം ഉണ്ടായില്ല. അപ്പൊ നമ്മൾ അതിന്റെ നല്ലൊരു തെളിവ് വരുന്നത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് വർക്കിന് ആരുണ്ടായിരുന്നത്? പ്രവർത്തനത്തിന് ആളുണ്ടായിരുന്നില്ല, യുവാക്കന്മാരുണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. ഇല്ല എന്ന് മാത്രമല്ല, സാധാരണ രീതിയിൽ ഒരു ഇലക്ഷൻ വന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ 4 വട്ടം വീടുകളിൽ ഇറങ്ങും. ആദ്യം ഒരു അഭ്യർത്ഥനയായിട്ട് ഇറങ്ങും, പിന്നെ രണ്ടാമത്തെ ഒരു നോട്ടീസായിട്ട് ഇറങ്ങും, മൂന്നാമത്തെ പ്രകടന പത്രികയായിട്ട് ഇറങ്ങും, 4-മത്തെ സ്ലിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ഈ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലെ ഒരു വട്ടം ഇറങ്ങാത്ത നിരവധി ഗ്രാമങ്ങളുണ്ട്.
കാരണം വീടുകളിൽ ഇറങ്ങാനായിട്ട് അവർക്ക് ആളെ കിട്ടുന്നില്ല. ഇപ്പൊ ഇതിപ്പോ ഇലക്ഷൻ കഴിഞ്ഞാല് സാധാരണ നിലയ്ക്ക് ഇലക്ഷൻ കഴിഞ്ഞ് പ്രതിപക്ഷത്ത് വരികയാണെങ്കിൽ ഇപ്പൊ ഞാൻ പി ജയരാജന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വലിയ സമരം നടത്താൻ വേണ്ടി പോകുന്നു, സമര സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതുകൊണ്ട് തിരിച്ചു വരുന്നവരവിന് എളുപ്പമാണ്, അങ്ങനെ തിരിച്ചു വരാൻ പറ്റൂല. തിരിച്ചു വരണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെറുപ്പക്കാർ വേണം, അവർ സമരമുഖം ഉണ്ടാവണം, ഈ സമരങ്ങൾ നയിക്കാൻ സാധിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെറുപ്പത്തിൽ ഇന്ന് ചെറുപ്പക്കാരാരാ ഉള്ള പാർട്ടിയിൽ? പിന്നെ ജെയ്ക് തോമസ് ഒക്കെ ഉണ്ടല്ലോ നേതാവായിട്ട്, അത് ഈ പിന്നെ ഒറ്റപ്പെട്ട ചിങ്കാരി ചില ജെറോം, ആളുകളാണ്. ആർഷോ. ആർഷോ തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഒറ്റപ്പെട്ട ആളുകൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന ആളുകൾക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് വല്ല സ്വാധീനമുണ്ടോ? വിഷയങ്ങൾ അവർക്കറിയാമോ? ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ ഇവർ പഠിക്കുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് SFIയും DYFIയും നമ്മുടെ എന്താ പറയുക, ചിത്രത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞിരിക്കുകയാണ് അവര്. ഒരു സമരത്തിന് അവർക്ക് സ്കോപ്പില്ല. അത് പിണറായി വിജയൻ അവരെ അടിച്ചമർത്തി കഴിഞ്ഞു. പിണറായി വിജയന്റെ ഒരു പിണറായിസത്തിന്റെ സവിശേഷത കേരളത്തിൽ നിന്ന് സമരത്തെ ഉച്ചാടനം ചെയ്യുക എന്നുള്ളതാണ്. ഈ സമരത്തിന്റെ പ്രധാനമായിട്ട് രംഗത്ത് വരുന്നത് കമ്മ്യൂണിസ്റ്റ് യുവ നേതാക്കന്മാരാണ്, DYFIക്കാരാണ്, SFIക്കാരാണ്. ഈ രണ്ട് സാധനം ഇന്നിപ്പോ നിലവിലില്ല. അല്ല, യുവാക്കൾ എപ്പോഴും ഇല്ലേ സ്വരാജ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാര്, അല്ല, പി ഒറ്റപ്പെട്ട ആളില്ല രാജീവൻ, എന്നല്ല ഞാൻ പറയുന്നത്. അവരൊക്കെ പോരെ. കാരണം പോരാ. നന്ദിങ്ങനെ നാനാഴി എന്ന് ചോദിച്ച പോലെ. അല്ല, അങ്ങനെയല്ല, ഉം, അങ്ങനെയല്ല. ഇവർക്കൊന്നും ജനങ്ങളിൽ പിന്തുണയില്ല. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കോടിയേരി ബാലകൃഷ്ണൻ DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു, ഗോവിന്ദ മാഷ് ഉണ്ടായിരുന്നു. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് ബേബി ഉണ്ടായിരുന്നു. ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുണ്ട്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമില്ല. ചെറുപ്പക്കാരിൽ ഒരു സ്വാധീനമില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ചെറുപ്പക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധമുള്ള ആളുകളാണ്. 3.5 ലക്ഷം ആളുകളാണ് കഴിഞ്ഞ വർഷം മാത്രം പുറത്തേക്ക് പോയത്. 3 ലക്ഷം ചെറുപ്പക്കാര് വിദേശത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് തൊഴിലന്വേഷിച്ചു പോയത്. ഈ ഭരണത്തിന്റെ മിടുക്കൊണ്ട് പോയവരാ അവരൊക്കെ. ഈ വർഷം പോകും 4 ലക്ഷം പേര് പുറത്തു പോകും. അങ്ങനെ പുറത്തേക്ക് ആളുകൾ പോയിട്ട് കേരളത്തില് സമരം ചെയ്യാനും ഭരിക്കാനോ ഒരു കാര്യങ്ങൾ ചെയ്യാനോ ചെറുപ്പക്കാരില്ലാത്ത രീതിയിൽ കേരളം മാറിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും കൂടുതൽ തിക്തഫലം അനുഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാളെ കിട്ടാനില്ല. ഏത് തരത്തിലാണോ 1975-76 സമയത്ത് ഞങ്ങൾക്ക് യുവാക്കളെ കിട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് വിലപിച്ചത്, അത് ചരിത്രത്തിന്റെ ഭാഗമാണത്. ആ ഒരു അവസ്ഥയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. അങ്ങനെ യുവാക്കളെ സമരത്തിന് കിട്ടിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം കട്ടപ്പോവുകയാണ്. അല്ല, വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അങ്ങ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കേണ്ട. അപ്പം അതിനകത്ത് അദ്ദേഹം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യണ RSS എന്ന വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളെയാണ് അദ്ദേഹം. മറ്റാരെയും പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഇല്ല, SDPI ഇല്ല, പോപ്പുലർ ഫ്രണ്ട് ഇല്ല, RSSന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഒരു സൂചനയല്ലേ RSSകാർക്കെതിരെ മാർക്സിസ്റ്റ് പാർട്ടി ഈ ആക്രമണം അഴിച്ചുവിടുന്നത്? കാരണം അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്നുള്ള ഒരു ചൊല്ലുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം RSSകാരെ 4-5 പേരെ കൊല്ലുക, ഇമ്മീഡിയറ്റ് ആയിട്ട് കൊല്ലുക അത് എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാർ പണ്ടും ചെയ്തിട്ടുണ്ട്. RSSന് സ്വാധീനമില്ലാതിരുന്ന കാലത്താണ് 1971 തലശ്ശേരി കലാപം വരുന്നത്. 30 മുസ്ലിം പള്ളികളാണ് തകർത്തത്. ആ തകർത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് തകർത്തെ. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ സ്റ്റേറ്റ്മെന്റ് ഇറക്കി, നേതാക്കന്മാരൊക്കെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പള്ളികൾ സംരക്ഷിക്കാൻ പോയ ഞങ്ങളുടെ കുഞ്ഞിരാമൻ അവിടെ പിടഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ കുഞ്ഞിരാമൻ മരിച്ചത് എങ്ങനെയാ? കുഞ്ഞിരാമൻ പള്ളികൾ സംരക്ഷിക്കാൻ പോയപ്പോഴല്ല മരിച്ചത്. കള്ള് ഷാപ്പിൽ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പണം കൊടുക്കാത്തതാണ് കുഞ്ഞിരാമൻ, സഖാവ് കുഞ്ഞിരാമൻ. ആ പണം കള്ള് ഷാപ്പിൽ കള്ളു കുടിച്ചിട്ട് പാനൂരിനടുത്തുള്ള ഷാപ്പിൽ നിന്ന് പണം കൊടുക്കാതെ കണ്ട് രാത്രി 2 മണി വരേക്ക് ഇരുന്ന് അവിടെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിൽ മരിച്ചു വീണ ആളാണ് കുഞ്ഞിരാമൻ. ആ കുഞ്ഞിരാമനെ എങ്ങനെയാണ് മറ്റേ പള്ളികൾ സംരക്ഷിക്കുന്ന ആളാവുക? അങ്ങനെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാ പറഞ്ഞത്. പിണറായി വിജയനാണ് പറഞ്ഞത്, MV രാഘവനാണ് പറഞ്ഞത്, ചടയം ഗോവിന്ദനാണ് പറഞ്ഞത്. ഈ പറയുന്ന ആളുകൾക്ക് വലിയ പ്രചരണം നടത്തി. ഞങ്ങൾ പള്ളികളെ സംരക്ഷിക്കാൻ പോയി. അതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ, വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ടല്ലോ. അതിനകത്ത് RSSനെ കുറിച്ച് പരാമർശമുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, 1971 RSSന്റെ പ്രവർത്തനം നാമമാത്രമായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ പറയുന്ന തലശ്ശേരി ഭാഗത്ത് RSSന് ആരും ശക്തി ആ സമയത്തില്ല. ഇല്ലാതിരുന്ന സമയത്ത് RSSന്റെ മേല് ആരോപണം ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര്, രാഘവൻ അടക്കമുള്ള ആളുകളാണ് ആ കാലത്ത് ആരോപണം ഉന്നയിച്ചത്. MV രാഘവൻ അടക്കമുള്ള ആളുകൾ. അന്ന് പിണറായി വിജയൻ നേതാവായിട്ട് വരുന്നേ ഉള്ളു. ആ രാഘവന് പിന്നെ പിൽക്കാലത്തുണ്ടായിട്ടുള്ള ഗതിയെ പിന്നെ രണ്ടാമത് ഞാൻ വേറെ സമയത്ത് കൊണ്ട് പറയാം. രാഘവന്റെ ഗതി അത് രാഘവന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്.
രാഘവന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. മറ്റു ചില സ്ഥലത്തെങ്കിലും എനിക്ക് നേരിട്ടുള്ള അനുഭവം, രാഘവന്റെ വായിൽ നിന്നും രാഘവന്റെ സുഹൃത്തുക്കളുടെ വായിൽ നിന്ന് കേട്ടുള്ള അനുഭവമുണ്ട്. ഞാനിത് പറയാൻ കാരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്നത്തെ പോലെ RSSനെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ സാധ്യമല്ല. കാരണം ഇന്നിപ്പോൾ കേരളത്തിൽ RSSന് സ്വാധീനമുണ്ട്. RSS പറഞ്ഞ കേൾക്കുന്ന ആളുകൾ 10,000-കണക്കിന് ആളുകളുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ കേരളത്തിൽ മാത്രമായിട്ട് 7,600 പേരെ അറസ്റ്റ് ചെയ്ത RSSന്റെ പ്രവർത്തകന്മാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജയിലിൽ അടയ്ക്കപ്പെട്ടവരുടെ എണ്ണം 136 അത് MP നാരായണപിള്ള, ഒരു ഇടതുപക്ഷ ചിന്തകനാണ് MP അതെ നാരായണപിള്ള, ഗോവിന്ദപിള്ളയുടെ അടുത്ത ബന്ധം. അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അടിയന്തരാവസ്ഥയെ എതിർത്ത ഒരു ചരിത്രമില്ല. അടിയന്തരാവസ്ഥ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അടികൊണ്ടതും പോലീസ് മർദ്ദനം ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വന്നതും RSSകാരനാണ്. ഞാൻ 18 വയസ്സിലാണ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ പ്രായം 18 വയസ്സാണ്. അങ്ങനെയുള്ള 17 വയസ്സുകാരും 18 വയസ്സുകാരും ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകില്ല. അക്കാലത്ത് അവരെല്ലാവരും പോയത് RSSലേക്കാണ് പോയത്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ RSSൽ പോയത്. നിരവധി കേരളത്തിലെ 7,600 പേരെ അറസ്റ്റ് ചെയ്തവരെ ആവറേജ് പ്രായം 21 വയസ്സാണ്. 21 വയസ്സാണ് ഒരു ആവറേജ് പ്രായം. അത്ര ചെറുപ്പക്കാരാണ് കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്, EMS പറഞ്ഞത് ഞങ്ങൾക്ക് യുവാക്കളെ കിട്ടാനില്ല എന്നാണ്. അങ്ങനെയുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴത്തെ പ്രശ്നം, P. ജയരാജനല്ല, ഏത് ജയരാജൻ പറഞ്ഞാലും യുവാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിക്കുന്നില്ല. അവരെ ചതിക്കുന്ന പ്രസ്ഥാനമാണ്, അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന പ്രസ്ഥാനമാണ്, അവരുടെ ഭാവി ജീവിതം ഇരടയ്ക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരത്തിൻ്റെ പിന്നാലെ പോകാൻ ഇനിയുള്ള കാലത്ത് ചെറുപ്പക്കാരെ കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ, ഹംഗറിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ, റുമാനിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ, പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ അതിൻ്റെ അടിയന്തരം നടന്നു കഴിഞ്ഞു. അതൊരു മ്യൂസിയം പീസായിട്ട് മാറി. അത് മ്യൂസിയം പീസാണത്. ഇപ്പോൾ 24-25 പേര് MLA മാരുണ്ട്. ഇവരൊക്കെ ഇനി എവിടെ പോകുന്ന ആർക്കും അറിയില്ല. അടുത്ത ഇലക്ഷൻ 2 പേരെ കിട്ടുള്ളൂ അവർക്ക്. 1-2 പേര് ജയിക്കാം. നന്ദൻ, ഞാനിപ്പോൾ ഇന്ന് രാവിലെ അറിഞ്ഞത് CPIയും CPIMും വിജയ്, തലപതി വിജയ് അയാളുടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തമിഴ്നാട്ടിൽ അവർ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ തീരുമാനം ഉണ്ടാവുന്ന സംബന്ധിച്ച്. കാരണം സഭ, ക്രൈസ്തവ സഭ, ഇയാൾ കത്തോലിക്കനാണല്ലോ വിജയൻ, അവര് MA ബേബിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. MA ബേബി മറ്റേ ലത്തീൻ കത്തോലിക്കനാണ്. അപ്പൊ ബേബിയും അവരെ സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. ഇപ്പൊ ബേബിയാണല്ലോ സർവാധികാരി CPMന്റെ. ഗോവിന്ദൻ തീർന്നു, വിജയൻ തീർന്നു, ബാക്കിയുള്ളത് മുഴുവൻ ഈ 3 ക്രിസ്ത്യാനികളാണ്. ഈ ബേബിയും പിന്നെ തോമസ് ഐസക്കും നമ്മുടെ ഇദ്ദേഹം കൂടിയാണ്. അവര് 3 പേരും കൂടി തീരുമാനം എടുക്കും. അവരാണ് ഇനി CPM ഭരിക്കാൻ പോകുന്നത്. അത് മതി പോരെ, അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ അവരായിരിക്കും. അപ്പൊ അങ്ങനെ അവര് ഈ തമിഴ്നാട് മന്ത്രിസഭയിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ല. മന്ത്രിസഭയിൽ ഇവര് പണ്ടെടുക്കില്ല. ഇപ്പൊ DMKയുടെ കാലത്ത് ഇവർക്ക് മന്ത്രിസഭയിൽ ചേരാൻ പറ്റില്ല. ഇപ്പൊ എന്തിനു കൊടുക്കാൻ പറ്റും? അല്ല, ഇതിപ്പോ 108 പേരല്ലേ ഉള്ളൂ. 108 പേരാണെങ്കിലും കുഴപ്പമില്ലെന്നേ. അവര് DMK സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവരും സഖ്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഇവരെ കാര്യം കെട്ടപ്പോകയാണ്. പിന്നെ ഇവർക്ക് പുറത്ത് നിന്നിട്ടുണ്ടെങ്കിൽ പിന്തുണ കൊടുക്കാം. നല്ല അധികാരമുണ്ട്. ബംഗാളില് CPMന് നല്ല വിജയം നേടാനായില്ലേ? 2 പേര്, ഒരു സീറ്റ് ഒരാള്. കോൺഗ്രസ് 2 പേര്, CPM ഒരാള്. ഇനിയിപ്പോ ആ ഒരാളെ ഏത് പാർട്ടിയിൽ ലയിക്കുന്ന ആർക്ക് അറിഞ്ഞുകൂടാ. BJP ലയിക്കുമെന്ന് പറയാൻ പറ്റില്ല. വേണേ ലയിക്കാം. കാരണം മിക്കവാറും അവിടെയുള്ള ബംഗാളിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ ഓഫീസുകളൊക്കെ RSSന്റെ കാര്യാലയങ്ങളായിരുന്നു ഇപ്പോൾ, BJPയുടെ ഓഫീസുകളായിരുന്നു ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ബംഗാൾ ലയിക്കാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ലയിക്കാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ ഏകദേശം മരണം ഉറപ്പായി കഴിഞ്ഞു. ഇനിയുള്ള അടിയന്തരം എന്നൊന്നും തീരുമാനിച്ചാൽ മതി. അപ്പൊ ഈ AKG സെന്റർ എന്ത് ചെയ്യും? ഇത്രയും വലിയ കെട്ടിടം തൊട്ടടുത്ത് വേറൊരു കെട്ടിടം, അതൊക്കെ വിൽക്കാലോ. അത് വിൽക്കാം. അതിലത്തിന് ഇവർക്കൊക്കെ സ്വന്തമാക്കാതൊക്കെ. കാരണം പുറകിലുള്ള കോട്ടേഴ്സാ. അവര് നേതാക്കന്മാർക്ക് താമസിക്കാനുള്ള കോട്ടേഴ്സാണ്. അത് നേതാക്കന്മാർ വേണമെങ്കിൽ സ്വന്തമായിട്ട് എടുക്കാം. CPMന് സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞ് പുതിയൊരു കെട്ടിടം പണിതു. അവർ അതിനോട് ചേർന്നതിന് AKG സെന്ററിനോട് ചേർന്നൊരു വേറെ കോട്ടേഴ്സ് ആരംഭിച്ചു. അവർ നേതാക്കന്മാരായിരിക്കുന്ന ആളുകൾക്ക് കുടുംബസമേതം താമസിക്കാവുന്ന കോട്ടേഴ്സുകൾ. അതൊക്കെ മിക്കവാറും അവരൊക്കെ സ്വന്തമാവും. ഒരെണ്ണം പിണറായി വിജയൻ്റെ ആവും, ഒരെണ്ണം VS അച്യുതാനന്ദൻ്റെ ഫാമിലിക്കാവും, ഒരെണ്ണം ഗോവിന്ദമാഷിന്റെ ഫാമിലിക്കാവും, ഒന്ന് ജയരാജന്മാരുടെ ഫാമിലിക്കാവും. എല്ലാവർക്കും സ്വന്തം അപ്പാർട്ട്മെന്റ്സ് ആണ്. അതെല്ലാവരും സ്റ്റേറ്റ് കമ്മിറ്റി പുതിയ പേരും കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. പിണറായി വിജയൻ സ്മാരക ഓഫീസ് എന്ന് പറഞ്ഞു. അതെ, കാരണം മിക്കവാറും ഇപ്പൊ പുള്ളിക്ക് ഒരു സ്മാരക ആവശ്യമാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അത് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.